താനെന്താ ഈ നേരത്ത്? ദുരന്തർ 2-ന്റെ കമന്റ് ബോക്സിൽ എന്നെ അവരെല്ലാവരും കൂടെ പലതും ആക്കി വെച്ചിരിക്കുകയാണ്. കാര്യമായിട്ട് അപകടം വല്ലതും ഒന്നും പറയാതിരിക്കുക ഭേദം. ഒരു പരിധി ഇടപെട്ട ഒരു കേസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ ആ തെറ്റ് എന്റെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്ന് പറയാൻ തന്നെ വന്നതാണ്. ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. തുടക്കത്തിൽ തന്നെ പറയണുണ്ട്, ഇത് ഫിക്ഷൻ, കംപ്ലീറ്റ് ഫിക്ഷൻ. സാറില്ല, ഞാൻ ആ ദുരന്തർ 2-നെ കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. തെറ്റാണത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ആക്ച്വലി അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ വാസ് റോങ്. വയറ്റിപ്പഴപ്പിന്റെ കാര്യോർത്ത് അറിയാതെ ചെയ്തു പോയത്, ക്ഷമിക്കണം. ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത്. താനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്ന്. ബിക്കോസ് ഇത് റിയാലിറ്റിയാണ്. സമ്മതിച്ചേ? നമ്മളുടെ സോൾജേഴ്സ് അവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ഇമാജിനേഷൻ ആണെന്നുള്ളൊരു ഇതിലോട്ട് മാറി. അതുകൊണ്ട് ഈ രോഷം കൊള്ളുന്നവരുടെ എനിക്കൊരു മനസ്സിലായി. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറകിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കണ്ട, സമ്മതിച്ചോ? എനിക്ക് എന്താണെന്ന് എന്റെ തെറ്റും എനിക്ക് മനസ്സിലായി. ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല. അത് എന്റെ വായിന്ന് വന്ന ഒരു പിഴയാണ്. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. കാള പറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി all I can say is that I'm really sorry if that has hurt people. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ കൊട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. I stick to what I said for one thing. അതായത് ഈ 100% ശരിയല്ല. കാര്യങ്ങൾ ഞാൻ ആരോ നോക്കി പറയും. അത് നല്ലതാ. ഈ സിനിമയാക്കി അവരെടുക്കാനായിട്ട് ഒരുപാട് രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി ഇല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഇന്നുവരെ ശ്രമിച്ചിട്ട് പോലില്ല, പിന്നല്ലേ തലയിടല്. I wouldn't say that this is 100% sure truth. ഇതിൽ ഒരുപാട് പ്രൊപ്പഗാൻഡ ഈ ദുരന്തർ 2-ലുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലെ. അത് ആ സംവിധായകൻ്റെ പൊളിറ്റിക്സ് ആണ് പുള്ളി പറയുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആ ഒരു എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളത്. നിങ്ങൾ അതിനെ വിലയിരുത്തി ഈ സിനിമയെ കാണാതിരിക്കരുത്. ഗംഭീര സിനിമ തന്നെയാണ്. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമ്മളുടെ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് പോകുന്ന സ്പൈകൾ അനുഭവിക്കുന്നതും അവർ അക്കംപ്ലിഷ് ചെയ്ത ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. ഞാൻ പറയാം, ഹൈലി നല്ലൊരു നാഷണലിസ്റ്റ് സിനിമ തന്നെയാണ്. ഞാൻ അത് ഇന്നും പറയുന്നു. എവനാള് കൊള്ളാവല്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട. വീഡിയോയിലും പറയുന്നു, അതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ കണ്ടിട്ട് നിങ്ങളാരും ഈ സിനിമ കാണാതിരിക്കരുത്. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. എന്നാ ശരി. ആൻഡ് ഐ എം റിയലി സോറി ഇഫ് ഫോർ ദ കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന് പറഞ്ഞതിന് സോറി. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.